അനലസിന് ആത്മീയതയിലേക്ക് കയറാൻ വേണ്ടി ഇപ്പം എന്താ ഒരു തടസ്സമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയായിട്ടോ അങ്ങോട്ട് അതിനകത്ത് കാല് വെച്ച് മുമ്പോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന ഒരു ബ്ലോക്കേജ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എന്ത് ഹെൽപ്പാണ് ഒരു സ്പിരിച്വാലിറ്റിക്കകത്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്ന ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ഞാൻ കുറച്ച് ഡൗൺ ആയിട്ടുള്ള നിൽക്കുന്ന അവസ്ഥയാണ്. എനിക്ക് സ്പിരിച്വാലിറ്റിയിൽ കൂടെ എനിക്ക് എങ്ങനെ എൻ്റെ ജീവിതം ഇതിൽ കൂടെ എനിക്ക് മുമ്പോട്ട് വന്ന് ഇതിൽ കൂടെ ചേർന്ന് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, എനിക്കിതിൽ നിന്ന് എന്തൊക്കെ പ്രയോജനം ഉണ്ടാവും മനസ്സിനും എൻ്റെ ലൈഫിൽ എൻ്റെ ഫാമിലിക്കുമൊക്കെ എനിക്ക് എന്ത് മാറ്റം അവരിലും കൊണ്ടുവരാൻ പറ്റും. എൻ്റെ കൂടെ നിൽക്കുന്നവർ, എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, അവരൊക്കെ ഒത്തിരിയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ്. എൻ്റെ സഹോദരൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നതാണ്. അപ്പം അവരെയും എനിക്ക് ഇതിലോട്ട് കൊണ്ടുവരാനായിട്ട് എനിക്ക് ഇവിടെ നിന്ന് നല്ലൊരു ക്ലാസ്സും എനിക്കതിന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ കിട്ടണം. അപ്പോൾ ബേസിക്കലി അനലിസിസ് പറയുന്നത് ആത്മീയതയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അതിനകത്തേക്ക് കയറുമ്പോൾ സ്വയവും അതേസമയം മറ്റുള്ളവരെയും ഈ ഒരു രീതിയിൽ പരിവർത്തനത്തിന് വിധേയമാക്കുന്ന രീതിയിൽ എന്തെങ്കിലും എനിക്ക് വേണം. എന്നെ പോലെ അവർക്കും സന്തോഷം കിട്ടുകയും വേണം. എഫേസ്യർ ലേഖനം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. എഫേസ്യർ പൗലോസ് എഴുതിയൊരു ലേഖനമാണ്. ആ ലേഖനത്തിനകത്ത് പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു കാര്യത്തിൽ പറ്റുമെന്നോ പറ്റൂല എന്നാണ്. പറ്റൂലെന്ന് അങ്ങനെ പറ്റൂല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെപ്പോലെ ആകുമെന്ന് അതിൻ്റെ അർത്ഥം. ആരെപ്പോലെ ആകുന്ന? ക്രിസ്തുവിനെ പോലെ ആകുമെന്ന്. അപ്പം പിതാവാം ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മോഡലിനെ നമുക്ക് കാണിച്ചു തന്നു. ജീസസ് എന്ന് പറഞ്ഞൊരു മോഡലിനെ കാണിച്ചു. എന്നിട്ട് പറയുക, എനിക്കിങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ ഇഷ്ടം, അതെല്ലാവരും ഈ മോഡലിനെ പോലെ ആണ് എന്ന് പറയുമ്പോൾ ചിലരെന്ത് ചെയ്യും? അതിൻ്റെ പകുതിയോളം എത്തും, ചിലർ കാൽഭാഗത്തോളം എത്തും, ചിലർ അതുപോലെ എത്തും, ചിലർ അതൊക്കെ മീതെ വരും. നമ്മൾ ഈ ലോകത്തിലെ ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് വ്യത്യസ്തമാണ്, ഓരോരുത്തരും കാണുന്ന രീതി വ്യത്യസ്തമാണ്. ഇപ്പം നമ്മളെ ജീസസിനെ കാണാൻ പഠിപ്പിച്ചത് ഒരു മതത്തിൻ്റെ കണ്ണാടിയിലൂടെയാണ്. അതായത് ജീസസ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ സൗമ്യനായിട്ടുള്ള, വളരെ പക്വതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് മതം പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ യേശു ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ ഞാൻ മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേർക്ക് വട്ടായതുകൊണ്ടെന്ന് പറയും. എങ്ങനെ പറയട്ടെ? യേശുവിനെ കുറിച്ചൊന്ന് പറയുമ്പോൾ യേശു ജനിച്ച് 30 വയസ്സ് വരെ ആ വീട്ടിൽ പുള്ളി എന്തെല്ലാം ഈ പണി കാണിച്ചിട്ടുണ്ടെന്ന് നമ്മൾക്കാർക്കെല്ലാം അറിയാം. ആ വീട്ടിൽ അമ്മനെയായിട്ട് അടി ഉണ്ടായിട്ടുണ്ട്, മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടായിട്ടുണ്ട്, ഇതെല്ലാം നമുക്കറിയുന്നു. യേശു എപ്പോഴാണ് ക്രിസ്തു ആയത്? അവിടെയാണ് നമുക്കറിയേണ്ടത്. യേശുവിനെ അതായത് 30ാമത്തെ വയസ്സും മുതലാണ് അദ്ദേഹത്തിൻ്റെ ഈ ബൈബിളിൽ പറയുന്ന ഒരു ആത്മാവ്, പരിശുദ്ധാത്മാ പ്രാവുന്ന ആ സമയത്ത് ക്രിസ്തു എന്ന വ്യക്തി യേശു എന്ന ആ വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ വരുമ്പോഴാണ്, ആ ആത്മാവിൽ വരുമ്പോഴാണ് യഥാർത്ഥ ദൈവ മകൻ എന്ന ലേബൽ അവിടെ ഉണ്ടായിട്ടുള്ളത്. പരിശുദ്ധാത്മാ അവിടെ ഈ നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിന് അറിയാത്തൊരു കാര്യമാണ്. ക്രിസ്തീയ സമൂഹം ഇപ്പോഴും വിശ്വസിക്കുന്നത് ജനിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് അവൻ ജനിച്ചു എന്നാണ്. അല്ല. ഞാനൊരു വാക്യം പറഞ്ഞുതരാം. എബ്രായർ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. മക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? അന്ന് ജീവിച്ചിരുന്ന യഹൂദന്മാരായ ജനങ്ങൾ, അതാണ് ദൈവത്തിന്റെ മക്കളെന്ന ബൈബിൾ കോൺടെക്സ്റ്റ്. ആ മക്കൾ ജഡരക്തങ്ങൾ ആയതുകൊണ്ട്, ജഡപ്രകൃതമായതുകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ജനിച്ചു വന്ന. എന്താ ഈ ജഡപ്രകൃതം എന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവില്ലാത്ത അവസ്ഥയാണ് കറക്റ്റ് അതാണ്. ഓക്കെ, അത് ഉൽപ്പത്തിയിലൊരു വാക്യമുണ്ട്, ഇവൻ ജഡമല്ലോ, ഇവന്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് സദാ വസിക്കില്ല. അപ്പോൾ ജഡ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ യേശു എങ്ങനെ ജനിച്ചേ? അന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾ ജഡപ്രകൃതത്തിലുള്ള, രക്തത്തിലുള്ള, ആ പ്രകൃതത്തിലുള്ള വ്യക്തികളായതുകൊണ്ട് ജീസസും എങ്ങനെ ജനിച്ചു എന്ന ജഡപ്രകൃതത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവ് ഉള്ളിൽ ഇല്ലാത്ത വ്യക്തിയായി. അതെ.
അപ്പൊ യേശു ആരെപ്പോലെ തന്നെയായിരുന്നു? നമ്മളെ ഓരോരുത്തർ പോലെയും തന്നെയായിരുന്നു. പിന്നെ എപ്പോഴാണ് ജീസസിൽ വ്യത്യാസം വന്നത്? 30-ാമത്തെ വയസ്സിൽ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യഥാർത്ഥ സത്യം. അപ്പൊ ഈ 3 വർഷം കൊണ്ടാണോ 3.5 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ. സോ ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ജീസസിനെ പോലെ എനിക്കും ആകാൻ പറ്റും, നിങ്ങൾക്കും ആകാൻ പറ്റുമെന്നും ബൈബിൾ പറയുന്ന കാര്യത്തെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹമുള്ളിൽ ആഴമായി വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ അപ്പം ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിച്ചു എന്നുള്ളതാണ്. തുടങ്ങിയെന്നല്ല, ഓൾറെഡി ദൈവം നിങ്ങളെ സീൽ ചെയ്ത് കഴിഞ്ഞു. അതായത് ദൈവത്തിൻ്റെ മകളെന്ന ആ ഒരു ആത്മാവിലുള്ള മകളെന്ന ലെവൽ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് അടിമറിയിട്ട് അങ്ങോട്ട് അകത്ത് റിസീവ് ചെയ്യണം. കറക്റ്റ്. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇനി എപ്പോഴെങ്കിലും വരുമെന്നല്ല, എല്ലാം നല്ല ഉണ്ട്. ഓൾറെഡി ഉണ്ട്. 100% ഉണ്ട്, അതെനിക്കറിയാം. ഇനി ആകെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോക്കറ്റ് രാജയിലാണ് പൃഥ്വിരാജ് ഇടയ്ക്കിടയ്ക്ക് മറ്റോ യൂണിഫോം എടുത്തിടുന്നത്. അല്ലല്ലോ, വേറെ ഏത് സിനിമയില മറ്റേ സുരാജ് വെഞ്ഞാറും കൂടെ അതിലല്ലേ? ആ, അപ്പം ഈ ആക്ച്വലി ഈ കുപ്പായം ഉള്ളത് സുരാജിനാണ്. പക്ഷെ സുരാജിന് ഈ കുപ്പായത്തിൻ്റെ പവർ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഈ കുപ്പായത്തിൻ്റെ പവർ എന്താണെന്ന് ശരിക്കും ആർക്കറിയാം? പൃഥ്വിരാജിനറിയാം. ഇടയ്ക്കിടയ്ക്ക് അവൻ ഈ പൃഥ്വിരാജ് ഈ കുപ്പായം എടുത്തിട്ടിട്ട് ഈ കുപ്പായത്തിൻ്റെ പവർ കാണിക്കാൻ പോകും. സോ എന്ന് പറഞ്ഞതുപോലെ ഈ അകത്തിരിക്കുന്ന ആത്മാവിനെ കുറിച്ചിട്ടുള്ള ഗ്രാഹ്യം ഇപ്പം അത്രത്തോളം കൂടി ഇല്ല. അപ്പം നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ സിസ്റ്ററിന് കിട്ടാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിലിരിക്കുന്ന യേശുവിലിരുന്ന അതേ ആത്മാവ്, യേശുവിലിരുന്ന അതേ ആത്മാവ് ഇപ്പം ആരുടെ ഉള്ളിലുണ്ട്? അനിലയുടെ ഉള്ളിലുണ്ട്. സോ അനിലയുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടാണ് ഈ ഫെലോഷിപ്പിനകത്ത് റിവീൽഡായി കിട്ടുന്നത്. അപ്പം അല്ലെങ്കിൽ ആരെപ്പോലെ ജീവിക്കാം? ഇല്ല, ആത്മീയതയെ പ്രണയിച്ചിട്ടുള്ള ആരും പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചിട്ടില്ല. അപ്പോഴാണ് ശരിക്കുമുള്ള പ്രശ്നം തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ജീസസ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് മാറ്റി നിർത്താം. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ജീസസ് ഇരുന്ന അതേ ആത്മാവ് ഇപ്പം നമ്മുടെ ഉള്ളിലുമുണ്ട്, എല്ലാ മനുഷ്യരുടെ ഉള്ളിലുമുണ്ട്. അപ്പോൾ ജീസസിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലിരുന്ന ആത്മാവിന്റെ പ്രത്യേകത. ഓക്കെ, സോ അതേ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് നമുക്കും അതേ പ്രത്യേകതയിൽ ജീവിക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ ആത്മാവിനെ അനുസരിച്ച് ആ ആത്മാവിൻ്റെ പ്രത്യേകതയിൽ മുമ്പോട്ട് കാലെടുത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ അന്ന് മുതൽ നമുക്ക് പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. പക്ഷെ ആ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നും അതിനെ കവച്ച് വെച്ച് നമുക്ക് എങ്ങനെ ജീവിക്കാമെന്നുള്ളത് ഒരു പ്രത്യേക അറിവാണ്, അതൊരു വിസ്ഡമാണ്. അതിനെയാണ് നമ്മൾ ഗ്രാബ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞു, ഇപ്പോൾ റിസൾട്ട് വന്നല്ലോ. ഇതിനകത്ത് ജയിച്ച പല ആൾക്കാരും ഇതുവരെ മന്ത്രി കസേരയിൽ ഇരുന്നിട്ടില്ല, MLA പോലും ആയിട്ടില്ല. പുതുതായിട്ട് വന്ന ഒത്തിരി പേരുണ്ട്. ആ കസേരയിൽ വന്നിരിക്കുമ്പോഴാണ് അതിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാകുന്നത്, റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാകുന്നത്. അതിനു മുമ്പ് അവർക്കറിയോ? ഇല്ല. ഇനി പലരും ഏത് കസേരയിലോട്ട് വരും? മന്ത്രി കസേരയിലോട്ട് വരും. അപ്പോഴാണ് അവിടെ കിട്ടാൻ പോകുന്ന പ്രിവിലേജ് എന്താണ്, ആനുകൂല്യങ്ങൾ എന്താണ്, അധികാരത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നൊക്കെ ആ കസേരയിൽ ഇരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. പിന്നെ ഇറങ്ങി പോവോ? ബ്രദർ, ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറയുന്നത്, ഈ ലോകത്ത് സംഭവിക്കുന്ന മറ്റൊരു കാര്യം, നമ്മളെല്ലാവരുടെയും ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളത് വലിയ തെറ്റിദ്ധാരണയാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടയത്തരം. ആർക്കെങ്കിലും സംശയമുണ്ടോ? യേശു ക്രിസ്തു ബൈബിളിൽ ദൈവമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവമല്ല യേശു ക്രിസ്തു, പക്ഷെ ദൈവത്തിൻ്റെ മകനാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട്? ഇത്രയും നാൾ എനിക്ക് ചീത്തവിളി കിട്ടിക്കൊണ്ടിരുന്നത്. സാരമില്ല, ഞാൻ കേട്ടിട്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ വേണ്ടിയതെന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു അറിവ് കിട്ടി, ഉള്ളിൽ ഒരാത്മാവുണ്ട്. ആ ആത്മാവ് ഏതിനു തുല്യമാണ്? ജീസസിലിരുന്ന, പൗലൂസിനകത്തിരുന്ന, ബൈബിൾ അടിപൊളി കോൺടസ്റ്റ്. ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന പൗലൂസോ യോഹന്നാനോ പത്രോസോ ജീസസോ അവരുടെ ഉള്ളിലിരുന്ന അതേ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ നിങ്ങളുടെ ജനിച്ചു വളർന്ന മതം എടുത്ത് നോക്കാം, കൃഷ്ണൻ്റെയോ രാമൻ്റെയോ ഒക്കെ ഉള്ളിലിരുന്ന അതേ ആത്മാവ് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല. പക്ഷെ വ്യത്യാസം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അറിയുകയും നമ്മൾ ആ അറിവിനെ ബേസ് ചെയ്ത് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നിടത്താണ് വ്യത്യാസം ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ
മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദവിയിൽ ഇരുന്ന കുറേ മന്ത്രിമാരുണ്ട്. ആരെയൊക്കെ ഓർമ്മയുണ്ട്? ഇവിടെ നോക്കിയാൽ പിണറായി വിജയനുണ്ട്, അങ്ങോട്ട് പോയ ഉമ്മൻചാണ്ടിയുണ്ട്, അതിൻ്റെ പിന്നിൽ പോയി കഴിഞ്ഞാൽ വി എസ് ഉണ്ട്, നായനാരുണ്ട്, കരുണാകരനുണ്ട്, ഇങ്ങനെ കുറേ വ്യക്തികളുണ്ട്. എല്ലാവരും ഒരുപോലെ ആ പദവിയിൽ ശോഭിച്ചോ? പക്ഷെ എല്ലാവർക്കും കിട്ടിയ ഒരേ പദവിയല്ലേ? മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദവി സെയിം തന്നെയല്ലേ? പക്ഷെ ആ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദവിയിൽ ഇരുന്ന എല്ലാ വ്യക്തികളും ഒരുപോലെ അല്ല പെർഫോം ചെയ്തത്. ചിലർ നന്നായിട്ട് പെർഫോം ചെയ്ത് നമുക്ക് ഇഷ്ടമായിരുന്നു, ചിലർ വളരെ അരഗൻ്റായിട്ട് പറയുമ്പോൾ നമ്മളവരെ ദേഷ്യത്തോടു കൂടെ കണ്ടു. എന്ന് പറഞ്ഞതുപോലെയാണ് ഇതൊരു പദവിയാണ്, ഒരു പൊസിഷനാണ്. എത്രത്തോളം ഈ ആത്മാവിനെ അറിയോ അത്രത്തോളം നമുക്ക് ആത്മാവിൽ മുമ്പോട്ട് പോകാൻ പറ്റും. എത്രത്തോളം ആ ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അറിയുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ വേരിയേഷൻ വരുന്നത്. അപ്പം ഞങ്ങൾ രണ്ടും ഈ ആത്മാവിൽ ഒരുപോലെ ഇരിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും ബ്രദറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും തമ്മിൽ വേരിയേഷനുണ്ട്. അവിടെയാണ് വ്യത്യാസം വരുന്നത്. ചിലപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന തട്ടൊക്കെ മുകളിലിരിക്കുകയായിരിക്കും, ഞാനിങ്ങനെ താഴ്ന്നിരിക്കുകയായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ഞാൻ ആ പൊസിഷനെ കുറിച്ച് മനസ്സിലാക്കിയത് കുറച്ചേ ഉള്ളൂ, ഇദ്ദേഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കൂടുതൽ മനസ്സിലാക്കി. സോ എത്രത്തോളം സിസ്റ്റർ ഇതിനെ കാണുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, ആ രീതിയിലായിരിക്കും നമ്മുടെ ആത്മീയമായിട്ടുള്ള പുരോഗമനം. ഇത്രയേ ഉള്ളൂ അതിനകത്തുള്ള കാര്യം. ഓക്കെ, അപ്പം നാളെ ഇതിനെ കുറച്ച് നന്നായിട്ട് അറിഞ്ഞ്, കുറച്ച് നന്നായിട്ട് സീരിയസ് ആയിട്ട് എടുത്ത്, കുറച്ച് നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ജീസസിനേക്കാളും കൂടുതൽ നിങ്ങളെക്കുറിച്ച് അറിയും. നമ്മുടെ നാളെന്ന ബൈബിലസൊന്നില്ലേ? ഇല്ലേ? വിദ്യാഭ്യാസം ഉണ്ടോ? അമൃതാനന്ദമയ്യേക്കാളും വിദ്യാഭ്യാസം ഇല്ലേ? അറിയത്തില്ല. സോ വിദ്യാഭ്യാസവും ബാക്കിയുള്ള അറിവും അതൊന്നുമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ല സ്പിരിച്വാലിറ്റിയിലുള്ള ബേസിസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യത്തെ ഈ സ്പിരിറ്റിനെ അറിയുക, ആ സ്പിരിറ്റിൻ്റെ പ്രിവിലേജസ്, അതോറിറ്റി അറിയുക, അത് നമ്മൾ എക്സിബിറ്റ് ചെയ്യുക, പ്രവർത്തിയിൽ കൊണ്ടുവരിക. സോ ഇതാണ് ഇതിനകത്തുള്ള കീ പോയിന്റ്. അല്ല പെങ്ങളെ ദൈവത്തിന് വെല്ലുവിളിച്ച് കിടക്കുന്ന എന്തുവാടി കൊച്ചുങ്ങളെ നോക്കി ഇങ്ങനെ ഇന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ലോകത്തിലെ നമ്പർ 1 ലീഡറാണ്. ഇന്ത്യയിലല്ല, ലോകത്തിലെ നമ്പർ 1 ലീഡറാണ്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മലയാളി ചെക്കന്മാർ കയറിയിട്ട്, നമ്മുടെ മലയാളത്തിലെ മറ്റേ ഏറ്റവും താഴെക്കടയിലുള്ള അസഫി ഉണ്ടല്ലോ, ഇത് പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട്. ആർക്ക് നേരെ ഇടുന്നത്? ലോകത്തിലെ നമ്പർ 1 ലീഡറിന് നേരെ ഇടുന്നത്. അപ്പോഴാണ് പിന്നെ അല്ലു സിസ്റ്ററിനെ കുറിച്ച് ആൾക്കാർ 4 പേര് എനിക്ക് വെറുതെ ദേഷ്യം വന്നിട്ട് ഞാൻ എൻ്റെ അടി ഇടാറുണ്ട്. അദ്ദേഹം നല്ലൊരു നിങ്ങളെ പോലുള്ള മനുഷ്യരല്ലാതെ പറഞ്ഞ പിന്നെ ഞാൻ ചിന്തിക്കും, എന്തിനാണ് അവരോട് സംസാരിക്കാൻ പോണത്? ഞാൻ നിറച്ച് കമന്റാണ് സത്യത്തിൽ ഇതിനെക്കാട്ടി നോക്കണത്. എന്നിട്ട് ഞാൻ പറയും, നിങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ അടുത്ത് വരാൻ പോലുള്ള യോഗ്യതയില്ല മനസ്സുകൊണ്ട്. എന്നിട്ട് ഞാൻ അതിന് ഞാൻ മനസ്സുകൊണ്ട് എനിക്ക് ഇങ്ങനെ റൈറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാനത് എൻ്റെ മനസ്സിൻ്റെ അടുത്ത് വേണ്ട, എന്തിനാണ് വെറുതെ ഞാൻ അപ്പൊ അല്ല സിസ്റ്റർ, ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത്, ഇന്ന് മനോജ് ബ്രദർ നിൽക്കുന്ന ലെവലിനേക്കാൾ, അല്ലെങ്കിൽ വിമൽ ബ്രദർ നിൽക്കുന്ന ലെവലിനേക്കാൾ അടുത്ത ലെവലിലേക്ക് വരാനായിട്ട് ആർക്കും പറ്റും. ഇത് മാത്രം നോക്കിയാൽ മതി. യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ യേശു എന്ന് പറഞ്ഞത്, യേശു ക്രിസ്തു പറഞ്ഞത്, എൻ്റെ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഈ യേശു ക്രിസ്തു എങ്ങനെയാണ് പിതാവിനെ കണ്ടെന്നറിയാം? യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ കാണുന്നവൻ എവിടെയാണ് വിടുന്നത്? ഉള്ളിൽ അകത്തിരിക്കുന്ന ആത്മാവിനെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പെങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് എന്തെല്ലാം കണ്ടിട്ട് ആരെ കാണാൻ പറ്റുക? ആരെയും കാണാൻ പറ്റത്തില്ല. ഉള്ളിലിരിക്കുന്ന പിതാവിനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ഞാൻ പറഞ്ഞ ഒറ്റ വാക്ക്, ഉള്ളിലിരിക്കുന്ന ആത്മാവിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം തികയും. യേശുക്രിസ്തു എടുത്തു കാണിച്ചൊരു സംഭവമുണ്ട്. 4 ദിവസമായി മരിച്ചുപോയിട്ട് 4 ദിവസമായി നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ലാസർ. യേശുക്രിസ്തു കല്ലറയുടെ അടുക്കൽ ചെന്നേമിച്ച് അതിനെ നോക്കി ഫസ്റ്റിലെ അതിനോട് കൽപ്പിക്കുക അല്ല ചെയ്തത്. അവിടെ ചെയ്തെന്തറിയോ? ആദ്യമേ പിതാവിനോട് ചോദിച്ചു, പിതാവേ, അങ്ങ് മുൻകാലങ്ങളിലെല്ലാം തൻ്റെ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയിരുന്നു.
ഒരു ക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ നാമം പറഞ്ഞില്ല. അവിടെ ചെന്ന് പറഞ്ഞത് ലാസറേ നീ പുറത്തു വരിക, പുറത്തു വരിക, പുറത്തു വരിക. ആ പവർ ഏതാണ്? അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാം, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. യേശു ക്രിസ്തു പറയാം, എനിക്ക് സ്വയമേ ഒന്നും എന്നിൽ പിതാവ് വസിച്ചിട്ടല്ലാതെ പുത്രന് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതോറിറ്റി. ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് അതോറിറ്റി, അല്ലാതെ ഞാനല്ല. അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു, മരിച്ചവനൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന സർവ്വസാധാരണമായി മാറി. ഇതിലേക്കൂടെ എന്നറിയാം, യേശുവിൻ്റെ നാമം പറഞ്ഞിട്ടല്ല, അങ്ങനല്ല. പിതാവ് വസിക്കുന്ന പുത്രത്വം എന്ന് പറയുന്ന ശരീരം ഇപ്പം നമ്മളാണ്. ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ അനില എന്ന് പറയുന്ന വ്യക്തി അനില പറഞ്ഞതനുസരിച്ച് കുറേ നാളായിട്ട് ചത്തുനാറി കിടക്കുക. സോ അക്ഷരാർത്ഥത്തിൽ ജീസസ് ചെയ്ത ഉയർപ്പെന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ പ്രോസസ്സാണ്. നാളെ അവർ ജീവനോടുകൂടെ നമ്മൾ പറയുന്ന ജീവനിലും 10 ഇരട്ടി പവറോടുകൂടെ അവർ ജീവൻ പറയും. നമ്മൾ ഈ പറയുന്ന ഒരാളിനെ ഉയർപ്പിക്കുന്നതിനെ പോലെ അവർ 10 പേരെ ഉയർപ്പിക്കും. എവിടെയും പോകണ്ട ബ്രദറെ. ഇതാണ് ഇന്ന് അവർക്ക് വഴിയോരങ്ങളിൽ കാണുന്ന അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനേ പറ്റുന്നുള്ളൂ. സ്നേഹം കൊടുക്കും, ചേർത്ത് നിർത്തും. ചിലപ്പോൾ എന്തെങ്കിലും കയ്യിലിരിക്കുന്ന പോക്കറ്റിൽ നിൽക്കുന്ന പൈസ കൊടുക്കും, അല്ലെങ്കിൽ കടം മേടിച്ച് കൊണ്ടുപോയി കൊടുക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം കൊടുക്കും. പക്ഷെ ഇനി അവർ കൊടുക്കാൻ പോകുന്നത് ഈ ജീവനാണ്. ഞാനിങ്ങനെയൊക്കെ ഇതിപ്പോ എന്റെ കുടുംബത്തിലുള്ളവരൊക്കെ ഒരുപാട് പേര് കാണും, ഇപ്പൊ ഭ്രാന്തന്മാരുമായിട്ടാണ് കൂട്ടി, ഭ്രാന്തന്മാരെ കെട്ടിപ്പിടിച്ചോണ്ടൊക്കെ ഇരിക്കുന്നത്. ഞാൻ കെട്ടിപ്പിടിച്ചൊക്കെ ഫോട്ടോ ഒക്കെ നിന്നിടും. എനിക്ക് വർക്കല ബീച്ചിലൊക്കെ ചെല്ലുമ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു ചേട്ടൻ മാമനെ, എൻ്റെ അച്ഛൻ്റെ തുല്യ പ്രായമുള്ളതാണ്, ഞാൻ കയ്യിൽ പിടിച്ചൊക്കെ ഫോട്ടോ ഇടും. നമ്മൾ ഐസ്ക്രീം തിന്നുന്നേടും, ചിലപ്പോൾ ചാരി ഇരിക്കുന്നതൊക്കെ ഇടും. അപ്പൊ പറയും ഇപ്പൊ അവർക്ക് കുറെ എന്നിട്ട് മോളെ ശ്രദ്ധിക്കണം, എങ്ങനെയുള്ളതെന്ന് അറിയില്ല, പീഡനമൊക്കെ നടക്കുന്നതാണ്. കുറെ പേരുടെ മെസ്സേജ് അങ്ങനെയാണ്, എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ പറയാം, നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാം. മനോജ് സാറ് പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഇപ്പം എനിക്കിപ്പോൾ വഴിയെ പോകുമ്പോഴാരാണ് അത് അർഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഞാനൊന്ന് ക്ലിക്കാക്കി നോക്കും. ആഹാരമാണോ ആവശ്യം, അത് കൊടുക്കാം. സ്നേഹം വേണ്ടതാണോ എന്ന് ഞാൻ ഒന്ന് ചിന്തിക്കും. പൈസ അവിടെ കൊടുക്കണോ വേണ്ടേ എന്ന് ഞാൻ ചിന്തിക്കും. ഇപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അത് കുറച്ച് മാറ്റം എനിക്ക് ഏറെക്കുറെ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് ആത്മീയതയിലേക്ക് കയറുക അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മുടെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ അറിയുകയും ആത്മാവിൻ്റെ പൊട്ടൻഷ്യൽ അറിയുകയും ആ ആത്മാവിൻ്റെ പൊട്ടൻഷ്യലുള്ള ഒരു സംസ്കാരത്തിനകത്ത് നമ്മൾ ജീവിച്ചു തുടങ്ങുന്നതാണ് ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. തുടക്കം മാത്രമേ ആവുന്നുള്ളൂ, പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ വേറെ ഒരുപാട് തലങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ജീസസും മുഹമ്മദ് നബിയും നാരായണ ഗുരുവും വിവേകാനന്ദനും ഒക്കെ അവരുടെ ആത്മീയ ജീവിതം തുടങ്ങുന്നതും ഇതേ രീതിയിൽ. ഇവരെല്ലാവരും മനുഷ്യരായിരുന്നു, നമ്മളെപ്പോലെ തന്നെയായിരുന്നു. ഒരുപക്ഷെ നമ്മളെക്കാളും ഹീനമായ രീതിയിൽ ജീവിച്ചിട്ടുണ്ട്. സാറിപ്പോൾ നല്ലൊരു ഗുരുവാണ്, ജീസസിനെ പോലെ ഉള്ള ഒരു മനുഷ്യനാണ്. മാഡത്തിന് എത്രത്തോളം സാറിനെ കുറിച്ചൊരു ആത്മീയതല്ല എന്ന് വെച്ചാൽ ജീസസിനെ പോലെ ഉള്ള മനസ്സുള്ള ഒരു മനുഷ്യനാണ്. എത്രത്തോളം വീട്ടിൽ വഴക്കുണ്ടാക്കുമോ എന്ന അഡ്ജസ്റ്റ് ആണ്. എനിക്ക് ഈ സാറിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് തുറന്ന് ഫുള്ളും പറയണ്ട, സാർ എങ്ങനെയാണ് ഒരിക്കലും ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടില്ല. ഇല്ല, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 28 വർഷമായി. ഇന്ന് വരെ അദ്ദേഹം എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മീയ ലൈഫ് അതുമായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ആവാൻ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം IT ഫീൽഡിലായിരുന്ന ആളല്ലേ. അപ്പോൾ അത് റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ജീവിതത്തിൽ നേരിടേണ്ടി വന്നു. സാമ്പത്തികം അത് തന്നെയാണ് മെയിൻ. അല്ലാതെ അദ്ദേഹം എനിക്ക് കുട്ടിക്കാലത്ത് അറിയാമെന്നുള്ള മനുഷ്യനാണ്. ഇന്ന് വരെ എന്നോട് ഇങ്ങോട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല. പിന്നെ ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് അങ്ങോട്ട് ചെന്നാലും അപ്പം എൻ്റെ അടുത്ത് മിണ്ടും. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, പാരകളെ എങ്ങനെ സഹിക്കും, ഇങ്ങനെ പാര വയ്ക്കത്തില്ലെന്ന്. അദ്ദേഹം ആത്മീയതയിൽ വന്ന ശേഷം അദ്ദേഹത്തിന് പാരകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരുപാട് പേരെ ടീമിൽ വളർത്തിയിട്ടുണ്ട്, എല്ലാവരും പാര വച്ചിട്ട് പോയിട്ടുമുണ്ട്. പക്ഷെ അദ്ദേഹം സൈലൻ്റാണ്. ഇന്ന് വരെ ആരുടെടുത്തും വൈരാഗ്യം അവരിപ്പോൾ തിരിച്ചു വന്നാൽ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഈ ആത്മീയതയിലോട്ട് പോകണമെന്ന് ചിന്തിച്ച സമയത്ത് സദ്ഗുരു ഉണ്ടായിരുന്നു, അജി മന്ത്ര, അങ്ങനെ ഒരുപാട് ഈ ആത്മീയ കാര്യങ്ങൾ പറയുന്നു. എല്ലായിടത്തും അഡ്മിഷൻ ഫീസും ചെല്ലുന്ന 5 ദിവസത്തെ താമസ ഫീസൊക്കെ വേണം.
ഞാനിതൊക്കെ ചെല്ലുമ്പോഴും ഫീസ് ഇല്ലാത്തതുകൊണ്ട് അപ്പോഴേ ഫീസ് ഇല്ല കേട്ടോ എന്നൊരു മെസ്സേജ്. അപ്പൊ എന്റെ മനസ്സിൽ ഫീസ് ഇല്ല ഇപ്പൊ പോയേക്കാം എന്നൊരു. അപ്പൊ എനിക്ക് ഫസ്റ്റ് 2ാമത്തെ ക്ലാസ്സിന് ചിലപ്പോ ഫീസ് കാണും. AC റൂമൊക്കെ ആണല്ലോ, എങ്ങനെയെങ്കിൽ പോവാൻ പറ്റും. എന്നാലും ആത്മീയ ക്ലാസ് കൊള്ളാം, എനിക്ക് അവിടെ നിന്ന് നല്ല ഇതാണ് കിട്ടുന്നത്, എങ്ങനെയും ഒപ്പിച്ച് പോവാം, പിള്ളേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം എന്നുള്ള തോട്ട്സിലാണ്. അപ്പോഴും പിന്നെ സാറ് പറയുന്നത് നിങ്ങൾക്കിത് ഫ്രീ ആണ് എന്ന് പറയുന്നു. അപ്പോഴും എനിക്ക് പിന്നും പ്രചോദനമായി, ഫീസ് ഇല്ലാതെ നമുക്ക് സമാധാനം കിട്ടുന്നു. ഞാനൊരു പെങ്ങളോട്, ഇവിടെ 6 മാസത്തെ കോഴ്സില്ല, 1 വർഷത്തെ കോഴ്സില്ല, ഒരു ആഴ്ചത്തെ കോഴ്സില്ല, ഇവിടെ ഒന്നും അങ്ങനെ സംഭവമില്ല. എങ്ങനെയാണോ ദൈവത്തെ ആസ്വദിക്കാൻ പറ്റുന്ന ഇപ്പം തന്നെ ഈ കുറച്ച് കാര്യത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പം നമ്മൾ ആരാണെന്നുള്ള കാര്യം നമുക്ക് തന്നെ മനസ്സിലായല്ലോ, നമ്മിൽ തന്നെയാണ് ദൈവം എന്നുള്ള മനസ്സിലായല്ലോ. എൻ്റെ ഫാമിലി, അത് സംശയം വേണ്ട. അല്ലല്ല, അത് സംശയം വേണ്ട. അത് എന്തായിരുന്നാലും ഇവിടെ വരും 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 അതില് എന്നെ ഒരിക്കലും വേറൊരു പോയിന്റ് ഉള്ളത്, ഇന്ന് വരെ എന്നെ നീ ഇതിലോട്ട് വന്ന് മതിയാവൂ ഫോഴ്സ് ചെയ്തിട്ടില്ല. അത് എൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കണ ഒരു കാര്യമാണ്. വേണമെങ്കിൽ വരാതെ മോളെടുത്തു അങ്ങനെയാണ്. പക്ഷെ മോൾ അങ്ങനെയല്ല, അവളെ ഉള്ളിൽ ഇതുണ്ട്, ഒരു പപ്പയെ പോലെ നമുക്ക് അതിലൊരു സ്പിരിച്വാലിറ്റിയിലൊരു താല്പര്യമുണ്ട്. അപ്പോൾ അവളത് ഓട്ടോമാറ്റിക്കലി അതിൽ ഇൻട്രസ്റ്റഡ് ആണ്, അവൾ അതിലോട്ട് പോവുകയാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ശരിക്കും ലൗകികമായി ഭൗതികമായി ജീവിക്കുന്ന ഒരാളാണ്. ജോളി സിസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തു തികഞ്ഞ ഒരു ആത്മീയൻ മാത്രമായിരുന്നില്ല, ഒരു ഭൗതികനായ മനുഷ്യൻ കൂടിയായിരുന്നു. ആത്മീയതയും ഭൗതികതയും ഒരുപോലെ ബാലൻസ് ചെയ്ത് വേണം ഭൂമിയിൽ ജീവിക്കണം. അങ്ങനെയാണ്. കാരണം ക്രിസ്തുവിൽ ഞാൻ കണ്ട കാര്യം അതാണ്. കാരണം പുള്ളി വേഷത്തിൽ മനുഷ്യനായിരുന്നു, എന്നാൽ എന്ത് ചെയ്തു, ദൈവം വസിക്കുന്ന മറ്റൊരു തലവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആകേണ്ടതാണ്. അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, ഇദ്ദേഹം മനുഷ്യനല്ലായിരുന്നെങ്കിൽ, ഭൂമിയിൽ വസിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ അല്ല മറ്റൊരു തലത്തിലേക്ക് മാത്രമായിരുന്നെങ്കിൽ ഭൂമിയിൽ നിൽക്കുന്ന ഒരു കാര്യമായിട്ട് ബന്ധങ്ങളില്ലാതെ. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല. ഞാൻ ഇനി സിസ്റ്ററോട് ഒരു കാര്യം കൂടെ പറയുമ്പോൾ, സിസ്റ്റർ ബൈബിളിൽ എൻ്റെ ഗുരുനാഥൻ, അതായത് ബ്രദറിൻ്റെയും എൻ്റെയൊക്കെ ഗുരുനാഥൻ എന്ന് വിശ്വസിക്കുന്ന സാക്ഷാൽ യേശു ക്രിസ്തു ആദ്യം ദൈവത്തിൻ്റെ രാജ്യത്തെയും നീതിയെക്കുറിച്ച് അന്വേഷിക്കുന്നവന്, അതിൻ്റെ പുറകിൽ ഈ നമ്മൾ എത്രത്തോളം അന്വേഷിച്ച റിസർച്ച് ചെയ്ത് അവിടുത്തെ സമ്പത്തിനെയും അവിടുത്തെ രാജ്യത്തെയും രാജകീയത്തെയും, ഒരുപാട് സംഭവമുണ്ട് അവിടെ. രാജകീയത്വമുണ്ട്, യൗവനമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, സമ്പത്തുണ്ട്, ദീർഘായുസുണ്ട്, യൗവനമുണ്ട്, എന്താ പറയുക, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അടങ്ങിയ ഒരു വലിയൊരു നോളജ് ഫാക്ടറിയാണ് ആ സാധനം. അതായത് ഒരു വലിയ അറിവിൻ്റെ ഒരു ഫാക്ടറിയാണ്. ഇത് കണ്ടെത്തും തോറും എന്തു ചെയ്യുന്ന നമ്മൾ അതുപോലെ. ഇപ്പോൾ ഒരു ദിവസം ബ്രദർ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, അദ്ദേഹം പറയുന്നത് മെഡിറ്റേഷൻ ഇരിക്കുന്നത് നമ്മൾ വെറുതെ അല്ല, ചുമ്മാ ഇങ്ങനെ കുത്തിയിരുന്നിട്ടല്ല. ആ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റിസർച്ചിങ് ടൈമാണത്. ഓരോ സമയത്തും ആ രാജ്യത്തിൻ്റെ ഉള്ളറകളിൽ നിൽക്കുന്ന റിസർച്ച് ചെയ്യുക. ആ റിസർച്ച് ചെയ്ത് കിട്ടുന്ന ഓരോ റെവലേഷനും അത് നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലായിട്ട് അത് കറക്റ്റ് പ്രാക്ടിക്കലായിട്ട് ഭൂമിയിൽ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ മനുഷ്യൻ്റെ വില ലോകം അറിയാൻ പോകുന്നതേ ഉള്ളൂ സത്യം. അന്ന് നിങ്ങൾ പറയും ഈ മനുഷ്യൻ ഇറങ്ങി എന്തിനാണ്. അത് ഞാൻ പറയില്ല, എൻ്റെ വായ കൊണ്ട് എന്താണ് ഏതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതുണ്ടാകും. ഈ മനുഷ്യൻ ഇന്ന് നമുക്കിവിടെ കുറച്ചു പേർക്കാർക്കും ആശ്വാസമുള്ളത്, നാളെ അനേകായിരങ്ങളുടെ അന്നമായും ജീവശ്വാസമായും ജീവനാഡിയായിട്ടും അനേകരെ പ്രൊട്ടക്ഷനിൽ കൂടെ നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് ഈ മനുഷ്യൻ മാറിയിരിക്കും. പിന്നെ അനില സിസ്റ്റർ, വേറൊരു കാര്യമുണ്ട്. ഇത് നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നിന്നാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് അവനവൻ്റെ മനസ്സിനകത്തുണ്ടാകുമ്പോൾ അവനവൻ അതിനു വേണ്ടി അങ്ങ് ഇറങ്ങും. പിന്നെ നമ്മൾ ആരെയും കെയർ ചെയ്യില്ല. ഇദ്ദേഹം അങ്ങനെയാണ്, ആരെയും കെയർ ചെയ്യൂല. അതെ, ഈ സന്തോഷം നമുക്ക് അനുഭവിച്ചറിഞ്ഞ പിന്നെ വേറെ ഒരു കറക്റ്റ്. പിന്നെ ഈ ഫീൽഡിൽ നിൽക്കുമ്പം ജാതിയോ മതമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യും, അവരെ വീട്ടിൽ പോകും, ഭക്ഷണം കഴിക്കും, എല്ലാം അത് പറഞ്ഞില്ലേ. പിന്നെ ഒരു വേർതിരിവും ആരെടുത്തും കാണിക്കാറില്ല, എല്ലാവരെയും ചേർത്ത് നിർത്തും. പക്ഷെ ഞാൻ അങ്ങനെ ഒരാളല്ല, അതുകൂടെ ഞാൻ അടിവരായിട്ട് പറയാം. ഞാൻ കുറച്ച് റിസർവ്ഡ് ആണ്, എല്ലാവരും അംഗീകരിക്കുന്ന ആളല്ല. റിസർവ്ഡ് അല്ല, മറ്റുള്ളവരോട് ഞാൻ അങ്ങനെ ഇടപെടില്ലല്ലോ. വീട്ടിൽ സംസാരിക്കും, മറ്റുള്ള ആൾക്കാരോട് മിങ്കിൾ ചെയ്യും. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സത്യമാണ് ഈ പറയുന്നത്, അല്ല ഒരാൾ ഹൈഡ് ചെയ്ത് പറയുന്ന കാര്യങ്ങളല്ല. അങ്ങനെയാ. ഞാൻ വേറൊരു ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എല്ലാം. അദ്ദേഹം അംഗീകരിപ്പോൾ കനിമൊഴിയൊക്കെ വരുമ്പോൾ അറിയാം, കനിമൊഴിക്കൊക്കെ ഭയങ്കര കെയറും സ്നേഹവും ഒക്കെ അവിടെ നിന്നാണ് കിട്ടാറ്.
ഒരു അപ്പൻ്റെയോ ഒരു മകളുടെയൊക്കെ സ്നേഹം സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും. അതുണ്ടാവും. പക്ഷേ അതെന്താ എനിക്കങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ, സത്യവാ. ഞാൻ വിചാരിച്ചത് എനിക്ക് സപ്പോർട്ട് ഇദ്ദേഹത്തിനെ വന്ന് കണ്ടുകൂട്ടാ. അങ്ങനെ കണ്ടുമുട്ടിയ ഒരാളാണ് ഇദ്ദേഹം. ഇവിടെ വന്നപ്പോഴോ ഇദ്ദേഹം ഞാനൊരു കൊച്ചു ഭ്രാന്തനാണ്, പക്ഷേ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ ഭ്രാന്തിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ചില സമയത്ത് ഞാൻ ജ്യോതിയമ്മയോട് പറഞ്ഞു, എന്തിനാ ഈ മനുഷ്യൻ ഇതൊക്കെ പുറത്തിങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എന്തിനാ ആൾക്കാരുടെ ചീത്ത വിളി കേൾക്കുന്നതെന്ന് പറയും. അപ്പം ജ്യോതിയമ്മ എന്നോട് ഒരു ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മനുഷ്യൻ, അതായത് ആത്മാവിൻ്റെ പൂർണ്ണതയുള്ളവൻ ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെടും. അത് ബൈബിളിലൊരു വാക്കാണ്. അതാരോ വിളിച്ചോട്ടെ, വിഷയമല്ല. ഇന്ന് ഈ മനുഷ്യനെ ആരെങ്കിലും ഇവനൊരു പൊട്ടനാണെന്ന് ആരെങ്കിലും ഒരുത്തം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. ഈ മനുഷ്യന് വിവരം കെട്ടവനാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ. എന്താണെന്നറിയാമോ? ആ മനുഷ്യൻ ഉയരങ്ങളിലേക്ക് ചെല്ലുന്നു എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാം.